ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രൈന. ഇതെൻ്റെ ഒരു ചെറിയ ബ്യൂട്ടി ചാനലാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി വരും. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? ഞാൻ കുറേ നാളുകളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് 3 ആഴ്ചത്തോളമായി. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. 2 ആഴ്ചയായിട്ട് ഭയങ്കര ഫീവർ ആയിരുന്നു. പനിയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ UAE-ലല്ല കേട്ടോ. ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോന്നു. ഹസ്ബൻഡിന് ലീവ് കിട്ടി. ഒരാഴ്ചത്തെ ലീവ് കിട്ടിയുള്ളൂ. ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. ഹസ്ബൻഡിന് ലീവ് കഴിഞ്ഞ് ആൾ തിരിച്ചു പോയി. ഇപ്പം ഞാൻ നാട്ടിലാണ്. നാട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. പിന്നെ നിങ്ങൾ ക്ഷമിക്കണം, പുറത്തുനിന്നൊക്കെ കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. വാഹനങ്ങളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാൻ പരമാവധി അവർക്ക് സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ടെസ്റ്റാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂറിൻ എടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. എന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ജെൻഡർ അറിയാനുള്ളതാണ്. അപ്പോൾ ഞാൻ മുന്നേ ഏറ്റവും അവസാനമായിട്ടിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ, പണ്ടത്തെ ആൾക്കാർ പറയുന്ന കുറച്ച് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളുമാണ്. അത് ജെൻഡർ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അത് ശരിയാകണമെന്നില്ല, ഒരുപോലെ വരണമെന്നില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് 90% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ഇത് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ ഇതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടെസ്റ്റ് റോങ് ആയി ചെയ്തിട്ട് എനിക്കിത് കിട്ടിയില്ല, വന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടെസ്റ്റ് അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു തവണയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി നമ്മൾ ചെയ്യണം. അതായത് ഓരോ മാസം നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വാരി ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെന്താ കിഡ്നി സ്റ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ, ഈ കാര്യം ആവശ്യമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അവസാനം പോയി കണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ കാര്യമാണ്. യൂറിൻ എന്ന് പറയുന്നത് ഏർലി മോർണിംഗിലെ യൂറിൻ തന്നെ നിങ്ങൾ എടുക്കണം. ഏർലി മോർണിംഗിലെ യൂറിൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും കാലത്ത് എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ടുള്ള യൂറിൻ എടുക്കാമെന്ന്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാലത്ത് എനിക്ക് ഇപ്പോൾ 4 മണിക്കോ 5 മണിക്കോ ആയിരിക്കും നിങ്ങൾ ബാത്റൂമിൽ പോകുന്നത്. യൂറിൻ പാസ് ചെയ്യാനായിട്ട് ആ യൂറിൻ വേണം എടുക്കാനായിട്ട്. ഏർലി മോർണിംഗിലെ യൂറിൻ എന്ന് പറയുമ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, നല്ല തിക്കായിട്ടുള്ള യൂറിൻ ആയിരിക്കും, നല്ല യെല്ലോ കളേർഡ് ആയിരിക്കും. അപ്പോൾ നല്ല കടുത്ത മഞ്ഞ കളറിലുള്ള യൂറിൻ വേണം നിങ്ങൾ എടുക്കാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ പലരും വിചാരിക്കും 4 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ യൂറിൻ എടുത്ത് ടെസ്റ്റൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യൂറിൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിരിക്കണം. അതിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4 മണിക്ക് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ച് ഒരു 9 മണിയാകുമ്പോൾ യൂറിൻ എടുക്കാമെന്ന് കരുതിയാൽ ശരിയാകില്ല, റിസൾട്ട് കിട്ടില്ല. ഞാനിതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പാസ് ചെയ്യുന്ന നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള നിങ്ങളുടെ യൂറിൻ തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത്രയുള്ള യൂറിൻ്റെ കാര്യം, യൂറിൻ എടുക്കുമ്പോൾ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും കാലത്ത് തന്നെ എടുക്കുന്ന യൂറിൻ ആയിരിക്കണം. പിന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് പുതിയ ബോട്ടിലായിരിക്കണം. അതായത് പഴയത് കുറേ നാളുകളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡയിൽ ചിലപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക. ബേക്കിംഗ് പൗഡർ ഒരിക്കലും ഉപയോഗിക്കരുത്. അതിൽ ഈ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശരിയായ റിസൾട്ട് കിട്ടില്ല. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കരുത്. ബേക്കിംഗ് സോഡയാണ് തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റ് എന്നും ബൈകാർബണേറ്റ് ഓഫ് സോഡ എന്നൊക്കെ പറയുന്നത് ഈ ബേക്കിംഗ് സോഡയാണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബൗളിൽ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ്സുകളിൽ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് UAE-ൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം 2 യൂറിൻ സാമ്പിൾ വേണം. അതായത് 2 ജെൻഡറിലുള്ള യൂറിൻ വേണം. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ആരുടേതാണ്, ചേച്ചിയുടെ ഏതാണെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. അതൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ ഒരു ഡെമോൺസ്ട്രേഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ 2 യൂറിൻ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഗ്ലാസ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബൗളിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെയുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 യൂറിൻ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല തിക്ക് യെല്ലോ കളറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ക്ലിയർ ആകുന്നുണ്ടാവില്ല. നല്ല കടുത്ത മഞ്ഞ കളറാണ് ഒന്നാമത്തെ യൂറിൻ സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലൈറ്റ്, ഒരു മീഡിയം യെല്ലോ കളറാണ്.
പക്ഷെ ഇത് എത്രത്തോളം ക്ലിയർ ആകുന്ന ഞാൻ കാണിച്ചു തരാം. ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, ഈ പേപ്പർ വയ്ക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളർ മനസ്സിലാകും. ഒന്നാമത്തെ യൂറിൻ എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് യെല്ലോ കളറും രണ്ടാമത്തെ ഒരു ലൈറ്റ് യെല്ലോ കളറുമാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 2 ജെൻഡറിലുള്ള യൂറിൻ സാമ്പിളാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ. ഇതെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂറിൻ എന്ന് പറയുന്നത് കുറച്ച് അസിഡിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് അസിഡിക് നേച്ചർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബേബി ബോയുടെ ആണെങ്കിൽ ഒന്ന് കൂടുതൽ അസിഡിക് ആയിരിക്കും, ബേബി ഗേളിൻ്റേതാണെങ്കിൽ ലെസ് അസിഡിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ആസിഡ് ബേക്കിംഗ് സോഡയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പതയും നുരയും പതഞ്ഞു പൊന്തും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നല്ല പോലെ അസിഡിറ്റി ഉള്ള യൂറിനാണെങ്കിൽ, നല്ല പോലെ അസിഡിക് നേച്ചറുള്ള യൂറിനാണെങ്കിൽ അത് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല പോലെ പത വരും. ലെസ് അസിഡിക് ആണെങ്കിൽ ചെറിയതായിട്ടൊന്ന് പത വരും, പതഞ്ഞ് പൊന്തൊന്നുമില്ല. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഹമ്മറിൻ്റെ ബേക്കിംഗ് സോഡയാണ്. നല്ല പ്യുവർ ആയിട്ടുള്ള ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഓഫ് സോഡ എന്ന് പറഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാലും കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈക്വൽ എമൗണ്ട്, അതായത് യൂറിന് ഏകദേശം അത്രത്തോളം തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏർലി മോർണിംഗിൽ യൂറിൻ തന്നെ എടുത്താൽ അതിൽ നല്ല പോലെ അസിഡിറ്റി ഉണ്ടായിരിക്കും. യൂറിൻ ഡൈല്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അസിഡിറ്റി കുറയും. അതായത് നമ്മൾ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഡൈല്യൂട്ട് ആകും. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ, ആ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് വഴി നമുക്ക് ഈ ടെസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഏർലി മോർണിംഗിൽ യൂറിൻ തന്നെ വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ഗ്ലാസ് വേറെ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ എത്രത്തോളം എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം യൂറിൻ എടുത്തിട്ടുണ്ടോ അത്ര തന്നെ ബേക്കിംഗ് സോഡ എടുക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അത്ര തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അത്ര എടുത്താലും കുഴപ്പമില്ല, ഏകദേശം അത്രത്തോളം മതി കേട്ടോ. അത്ര തന്നെ യൂറിൻ്റെ അത്ര തന്നെ ബേക്കിംഗ് സോഡ എടുക്കണമെന്നില്ല, ഏകദേശം അത്രത്തോളം ബേക്കിംഗ് സോഡയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5 സ്പൂൺ ബേക്കിംഗ് സോഡ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ലൈറ്റ് യെല്ലോ കളറിലുള്ള യൂറിൻ്റെ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള യൂറിനാണ്, നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള യൂറിനാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് യൂറിനൊന്ന് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ യൂറിൻ സാമ്പിൾ ബേക്കിംഗ് സോഡയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും. ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്, നുര വരുന്നുണ്ട്, നല്ല പോലെ ഇങ്ങനെ നുരയും പതയും ഒക്കെ വരുന്നുണ്ട്. പതഞ്ഞ് പൊന്തൊന്നൊന്നുമില്ല, പതഞ്ഞ് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് യൂറിൻ്റെ ഒരു ലെയർ, യൂറിൻ്റെ ആ സർഫസ് ഉണ്ടല്ലോ, ആ യൂറിൻ്റെ ഉപരിതലത്തിൽ ഒരു ലെയർ പതഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പതഞ്ഞ് പൊന്തുന്നൊന്നുമില്ല. നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ബേക്കിംഗ് സോഡ താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇതുപോലെ ഒരു പതയാണ് ഫോം ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് നിൽക്കും, പതഞ്ഞ് പൊന്തൊന്നുമില്ല. തീരെ കനം കുറഞ്ഞൊരു ലെയറായിരിക്കും യൂറിന് മുകളിൽ ഫോം ചെയ്യുന്നത്. നടുക്കിൽ യൂറിൻ നിൽക്കും, താഴെ ബേക്കിംഗ് സോഡ സെറ്റിലാകും. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു യൂറിൻ എന്ന് പറയുന്നത് ബേബി ഗേളുള്ള പ്രഗ്നൻറ്റ് ലേഡിയുടേതാണ്. ഓക്കെ, ഇനി അടുത്ത സാമ്പിൾ എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലെന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതാ നിങ്ങൾക്ക് നോക്കി കാണാം, ഒഴിച്ച വഴിക്ക് തന്നെ ധാരാളം ബബിൾസ് വരുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയായിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം ഫോം വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ വെയിറ്റ് ചെയ്ത ശേഷം പതഞ്ഞ് പൊന്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നല്ലപോലെ നുരയും പതയും വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും, നല്ലപോലെ പതഞ്ഞ് പൊന്തുന്നുണ്ട്. ബീറ് മാതിരിയൊക്കെ നല്ലപോലെ പതയും നുരയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പതഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. കാരണം ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നതിൽ തീരെ ഫോം ഉണ്ടായിരുന്നില്ല, ഒരു ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നല്ലപോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൽ വെറുതെ പതഞ്ഞ് നിൽക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂറിൻ സാമ്പിൾ എന്ന് പറയുന്നത് ബേബി ബോയുടേതാണ് കേട്ടോ. ഇത് നമുക്ക് ഒന്നുകൂടി സ്പൂൺ വെച്ച് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോഴും നേരത്തെ അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ആരും മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാൻ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇത് തിക്ക് യെല്ലോ കളറുള്ള യൂറിനിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നുരയുന്നതായിട്ടും പത വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ആദ്യം ചെയ്തതിൽ ഇപ്പോഴും പതഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, പതഞ്ഞ് പൊന്തുന്നൊന്നുമില്ല, ചെറുതായിട്ട് നുര വരുന്നുണ്ട്. അത് ക്യാമറയിൽ ക്ലിയർ ആകുന്നില്ല. നിങ്ങൾ ഒരാളും ഇത് മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ടെസ്റ്റ് മിസ്യൂസ് ചെയ്യരുത്. കാരണം ഇത് 90% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും കുറേ പേർക്കൊക്കെ ഇത് തെറ്റുകൾ പറ്റാറുണ്ട്. ബാക്കി ഒരു 10% എന്ന് പറയുന്നത് ആക്യുറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും ഉറപ്പിക്കരുത്. നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബായ്.